മോഹനശില്പി പണ്ട് ഞങ്ങളുടെ മുത്തച്ഛന്റെ സമയത്തെ തറവാട്ടിന് മുറ്റത്ത് വലിയൊരു ആന, ഒരു 10-12 അടി ഹൈറ്റുള്ള ആന സിമെന്റും കൊണ്ട് പണിഞ്ഞു വെച്ചായിരുന്നു. അച്ഛന് എന്തുവാന്നറിയോ, സത്യം പറഞ്ഞ് ഇപ്പോഴും പേടിച്ചിട്ട് ഞങ്ങൾ ആരും അതിന്റെ അടുത്തോട്ട് പോകത്തില്ല. അത്രയ്ക്ക് ഒറിജിനാലിറ്റി അല്ലയോ? ഒറിജിനാലിറ്റി അല്ല, കൊടക്കമ്പിയൊക്കെ വെച്ച് വാർത്തയൊക്കെ. ഈ പുല്ല് എപ്പോഴാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് തടയുന്നത്? അങ്ങനെ അച്ഛനെ കളിയാക്കൊന്നും വേണ്ട. എന്റെ അച്ഛൻ ജീവൻ തുടിക്കുന്ന ശില്പം ഉണ്ടാക്കുന്ന ആളായിരുന്നു. അയ്യോ അറിയാം, അതിൽ മൂത്ത ശില്പത്തെ അല്ല ചേർത്തലുള്ള സുരേഷ് അടിച്ചോണ്ട് പോയി. ഞങ്ങൾക്ക് പിള്ളേരൊക്കെ ഉണ്ടോ ഇപ്പൊ? ഒന്ന് LKG, ഒന്ന് UKG, ഒന്ന് പാക്കേജിലോ? മൂന്നാമത്തെ ഗർഭിണിയാന്ന്. അത് ശരി. അല്ല ഞാനേ സത്യത്തിൽ ഇങ്ങോട്ട് വന്ന എന്തിനാന്ന് വെച്ചാലേ, എന്നാ തീരുമാനം? എന്റെ ഭാര്യയുടെ ഒരു ശില്പം ഉണ്ടാക്കി തരണം. ഭാര്യ മരിച്ചു പോയില്ലയോ? കൊല്ലും ഞാൻ. ഒന്നിട്ടുണ്ടാക്കി വെക്കാനാണ്? അല്ലെന്ന്, എന്റെ ഭാര്യയെ പറ്റി അങ്ങനെ വല്ലതും പറഞ്ഞ് ഞാൻ കൊല്ലും ഞാൻ. എന്റെ ഭാര്യ എന്ന് പറഞ്ഞോണ്ടല്ലോ ഭയങ്കര വണ്ണമായിരുന്നു. എന്റെ ചങ്കാണ് അവൾ, എന്റെ ജീവന്റെ ജീവനാണ്, എന്റെ സ്വത്താണ് എന്റെ മാർഗരറ്റ്. മാർഗരറ്റ് എന്ന് പറഞ്ഞ? മാർഗരറ്റ് എന്ന് പറഞ്ഞ എന്റെ ഭാര്യയുടെ പേര്. സത്യം പറയാലോ, കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും അവൾ എന്നെ വിട്ടുപോയിട്ടില്ല. അപ്പൊ മാർഗരറ്റ് അല്ല, മാഗ്നറ്റ് ആയിരിക്കും. പക്ഷേ അടുത്ത ആഴ്ച അവള് ജോലിക്കായിട്ട് അമേരിക്കക്ക് പോവാണേ. 10-12 കൊല്ലം കഴിഞ്ഞേ തിരിച്ചു വരത്തുള്ളൂ. അതുവരെ ഞാൻ ഒറ്റയ്ക്കാ വീട്ടില്. ഈ മുടി വളർത്തിക്കിട്ടേക്കെന്ന് പറഞ്ഞു ഇയാൾ ഉദ്ദേശമൊന്നും നടക്കത്തില്ല. അതല്ലേ പറഞ്ഞത്, അവള് പോവല്ലേ. അപ്പൊ അവിടെ ഓർമ്മ എപ്പോഴും എന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കണം. അതിനുവേണ്ടി അവിടെ ഒരു ശില്പം പണിഞ്ഞ് അവക്ക് പകരം എനിക്ക് ബെഡ്റൂമിൽ വെക്കാനാ. കരിക്കലിനെക്കാട്ടും വെറ്റി വേറെ സാധനമുണ്ട്, ഓൺലൈനിൽ കിട്ടി ഊതി വീർപ്പിക്കുന്നത്. അതാകുമ്പോൾ മടക്കി തലകയിൽ വെക്കാം. എന്തൊരാളോടെ പറയുന്നത്? ഇയാൾക്ക് ഓൺലൈനിൽ കയറാൻ പറ്റത്തില്ല, എന്നോട് ദേഷ്യപ്പെടുന്നത്. ഊതി വീർപ്പിക്കുന്ന വേണ്ട, എനിക്ക് കരിങ്കല്ല് തന്നെ വേണം. പലർക്ക് പല രീതിയാണല്ല. കാരണം ഈ കരിങ്കല്ലാകുമ്പോഴേ കറക്റ്റ് അവിടെ കണ്ണും മൂക്കും ഒക്കെ അതുപോലെ ഇരിക്കും. അവളെ എപ്പോഴും ഫീൽ ചെയ്യുമല്ലോ എനിക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പെണ്ണുമ്പിള്ളെ കാണാൻ എന്നാലും എനിക്ക് നോക്കി ഉണ്ടാക്കാൻ പറ്റൂ. അത് പറ്റത്തില്ല, അവള് വണ്ടിക്കകത്തിരിക്കും. അവള് വരണ്ട, അവൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കണ്ടാൽ മതി. സർപ്രൈസ് ആണ്. അന്നേരം ഫോട്ടോ എങ്കിലും കാണിക്കുന്നത്. ഇവിടെ ഇരിക്കുകയല്ലേ, പോക്കറ്റ് വെച്ചോണ്ടേക്ക് അത് എടുത്തതാ. ഫോട്ടോ അല്ലെന്ന്, എന്റെ നെഞ്ചിലിരിക്കും. അതുപോലെ കൊത്തിയാ മതി. ഇയാളുടെ നെഞ്ചിനകത്ത് വെച്ച് കൊത്തണോ? അല്ല, ഞാൻ പറഞ്ഞു തരാം. അവിടെ അടയാളങ്ങളെല്ലാം പറഞ്ഞു തരാം. അതുപോലെ ശില്പി അങ്ങ് പറഞ്ഞു. ഒറ്റ കൊത്തിന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി തരാം. ഇന്ന് തന്നെ ഉണ്ടാക്കി തരണം. ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാമേ. അപ്പൊ നമുക്ക് കാല തൊട്ട് തുടങ്ങാം. ശരി, ഒരു 501 രൂപ ദക്ഷിണം കൊടുത്തു. എന്തിനാ? എന്റെ കാലെ തൊട്ട് കൊടുത്തിട്ട് തുടങ്ങാനല്ലേ? നിങ്ങളുടെ കാലെ തൊട്ട് വിടാനല്ലേ പറഞ്ഞേ? ശില്പത്തിന്റെ കാലെ തൊട്ട് തുടങ്ങാന്ന് പറഞ്ഞു. കാല് വേണ്ട, കാല അപലക്ഷണമാ. നമുക്ക് തലേന്ന് തുടങ്ങാം. തലേന്ന് തുടങ്ങണമെങ്കിൽ ഇന്നലെ പറഞ്ഞമായിരുന്നു. ആ തലേന്നല്ല, ഈ തലേന്ന്. തല മുതൽ പണിഞ്ഞു തുടങ്ങാം. ഓ, അപ്പൊ പകുതി മതി ഇല്ലയോ? പകുതി മതി. ഈ കണ്ണ് കാണാൻ എങ്ങനെ? ഇവിടെ 1.5 കിലോമീറ്റർ അപ്പുറത്തൊരു കണ്ണാശുപത്രി ഉണ്ട്. അവിടെ പോയി പരിശോധിച്ചാൽ മതി. കാഴ്ച കുറവാണെങ്കിൽ കണ്ണാടി വെച്ചാൽ മതി, കണ്ണ് കാണാം. അതല്ലെന്ന്